ഹായ് കൂട്ടുകാരെ, എൻ്റെ എമ്മി വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴേ കണ്ട എൻ്റെ കറ്റാർ വാഴകൾ നിൽക്കുന്നത്, അവർ ഒരുപാട് ദിവസമായി ഞാൻ ഇങ്ങോട്ട് കയറി വന്നൊക്കെ ഒന്ന് കണ്ടിട്ട് മുകളിലിരിക്കുകയാണേ. അതേപോലെ എൻ്റെ കരിയില കമ്പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ മുകളിലാണ്. ഇതിലെ കരിയില കിടക്കുന്നുണ്ടോ? വെയിൽ നല്ല. ആ കരിയിലയെല്ലാം തൂത്ത് വാരിയാണ് ഞാൻ കഞ്ഞിവെള്ളം 3 ദിവസം 2 ദിവസം വെച്ച് പഴക്കം ചെന്ന് കഞ്ഞിവെള്ളം ഒഴിച്ച് ഈ ചാക്കിനകത്താണ് ഞാനിട്ട് വെച്ചിരിക്കുന്നത്. ഇതിനകത്താണ് ഞാനിട്ട് വെച്ചിരിക്കുന്നത്. അത് കമ്പോസ്റ്റായി കൊണ്ടിരിക്കുകയാണ്. അപ്പം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ വിചാരിച്ചാൽ, വെറുതെ ഇരിക്കുന്നവർ വിചാരിച്ചാൽ നമുക്ക് മണ്ണും പൊന്നാക്കിയെടുക്കാം. അപ്പം ഇത് എന്തിനെല്ലാം കൊള്ളാമെന്നറിയാമല്ലേ? നിങ്ങൾ പറയണ്ട, മിക്കവർക്കും അറിയാം. അപ്പോൾ ഇത് കട്ടൻ ചായയാണ്. കാണുന്നല്ലേ, കട്ടൻ ചായ ഞാൻ കാച്ചിക്കൊണ്ട് വന്നതാണ്. നല്ല തണുത്തതാണേ. അതെല്ലാവർക്കും നമുക്ക് ശകലച്ചേ ഒഴിച്ച് കൊടുക്കാം. കട്ടൻ ചായ അലോവേരയ്ക്ക് നല്ലൊരു വളമാണ്. ഇങ്ങനെയൊക്കെ എൻ്റെ തള്ള അലോവേരയാണിത്. അത് മൂടിഞ്ഞായി അതിൽ നിന്ന് എടുത്തെടുത്ത് വെച്ചവരാണ് ഇവരൊക്കെ. ഇവരൊക്കെ ഇതെന്തിനൊക്കെ നമുക്ക് പ്രയോജനപ്പെടുമെന്നറിയാം. നമുക്ക് വിത്ത് പാകുന്നതിന്, കീടനാശിനിക്ക്, തലയിൽ എണ്ണ തേക്കാൻ, താരത്തിന്, തൈ വന്ന് നിൽക്കുന്നുണ്ടോ, താരത്തിന്, എന്തിനെല്ലാം അലോവേര ജ്യൂസ് അടിച്ച് കുടിക്കാം. അത് കുടിക്കുന്നവർ ശ്രദ്ധിച്ചിട്ടേ കുടിക്കാവൂ. ചിലതിനൊന്നും അലോവേരയുടെ ജ്യൂസ് പറ്റത്തില്ല. പക്ഷെ ദഹനത്തിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് അലോവേര ജ്യൂസ്. ഞാനങ്ങനെ കുടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കണ്ടോ, ഞാൻ മാറ്റി വെച്ച തൈയാണ്. എത്ര തൈ വന്ന് നിൽക്കുന്നതെന്നറിയാമോ അവർക്ക്? എത്ര തൈ വന്നിരിക്കുന്നത്. ഇതിൽ ഇതങ്ങ് വലുതായി. ഇത് ഒരെണ്ണം, ഇത് 2 എണ്ണം ഞാൻ മാറ്റി വെച്ചത്. ഇവരെ 2 പേര് ഇതിൽ ഇഷ്ടം പോലെ തൈ നിൽപ്പുണ്ട്. ഒരെണ്ണം നിൽപ്പുണ്ട്. പോട്ടി വാങ്ങിച്ച് മാറ്റി വയ്ക്കണം. മാറ്റി വയ്ക്കുമ്പം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. കണ്ടോ ഇതങ്ങ് വളർന്ന് ഒരുപാട് ദിവസമായി ഞാൻ ഇങ്ങോട്ട് കയറി വന്നിട്ട്. ഇങ്ങനെയുള്ളതൊക്കെ എടുത്താൽ നമ്മളാ ചെടിക്ക് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കി ഇടുന്നതിൻ്റെ അകത്തങ്ങ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇത് അലിഞ്ഞു ചേർന്ന അതും വളമാണ്. അങ്ങനെയുള്ളതൊക്കെ വലിച്ചെടുത്ത് അതൊക്കെ ചെയ്താൽ അതൊരു വലിയൊരു വളമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. ഇനി ഈ കരിയിലയെല്ലാം ഞാൻ തൂത്തുവാരി അടുത്തൊരു ചാക്കിൽ ആക്കണം, കമ്പോസ്റ്റാക്കി എടുക്കണം. ഇനിയിപ്പം നമുക്ക് കൃഷിയുടെ സമയമാണ്. അപ്പം അതിനായിട്ടെടുക്കാം. ഇതൊക്കെ നമ്മൾ ഒരു വളവും വാങ്ങണ്ട, ഉണ്ടാവും ഉറപ്പായിട്ടും. എല്ലാം നമുക്ക് നട്ട് നനച്ചുണ്ടാക്കാവുന്നതേ ഉള്ളൂ. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ വിചാരിച്ചാൽ മണ്ണും പൊന്നാക്കി എടുക്കാം.